ഹലോ ഹർക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഐശ്വൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ അവളും പപ്പയും കൂടി പള്ളിയിൽ പോയേക്കാണ് കേട്ടോ. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. എണീക്കാണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഇവന്മാരുടെ പോക്കായിരിക്കും. അത് കാരണം ഞങ്ങൾ പോയില്ല കേട്ടോ. പപ്പ അവളും കൂടിയാണ് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അപ്പാപ്പനും മോനും കൂടി എന്തോ കാര്യമായിട്ടുള്ള കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ വലിയ ഗൂഢമായ ആലോചനയിലാണ് സംഭവം. രണ്ടുപേരും കൂടി വേറെ ഒന്നല്ല, അപ്പുറത്തെ വീട്ടിൽ പെയിൻറ്റ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ മോളിൽ കയറി പെയിൻറ്റ് അടിക്കുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഏതപ്പൻ. അപ്പോൾ അതെന്ത് സംഭവം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പം പറഞ്ഞു കൊടുക്കണമെന്നാണ് വലിയ കാര്യത്തിൽ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഐഷുമ്മേനെ വിഷ് ചെയ്യാനായിട്ട് ഏതപ്പൻ്റെ കൈയും കാലും പിടിക്കുന്ന സീനാണ് കേട്ടോ. എന്ത് ചെയ്താവൻ വിഷ് ചെയ്യില്ല. എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഐഷുമ്മ എന്നൊന്നും പറയടാന്ന് ഞാൻ അവൻ്റെ കെഞ്ചി പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്താൽ ചെക്കന് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ്. ഹാപ്പി ബർത്ത്ഡേ ഐഷുമ്മ എന്നോർക്കെ പറയണോ കേട്ടോ. അങ്ങനെ അവസാനം ചെക്കൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്നാണ് കേട്ടോ. അതിന് വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബർത്ത്ഡേക്കാർ ഇതേ കാറിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിള്ളേരുള്ള കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇവന്മാരെപ്പോഴും ഇടയാന്നൊന്നും പറയാൻ പറ്റില്ല. അത് കാരണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതും കേട്ടോ. അതിപ്പോൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമ്മളത് കരുതിയിട്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ അടുത്തായാലും അകലെ ആയാലും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കരുതിയിട്ടാണ് പിന്നെ ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അപ്പാപ്പ വീഡിയോസ് എടുത്തിട്ട് യാചന അയച്ചു കൊടുക്കും കേട്ടോ. എനിക്കത് ശീലമായി, പണ്ട് മുതലേ ശീലമായി. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു. പിള്ളേരായതിനു ശേഷം ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് എപ്പോഴും ഓൺ ദി സ്പോട്ട് അയച്ചു കൊടുക്കും കേട്ടോ. പ്രവാസികളുടെ ഭാര്യമാർ മിക്കതും അങ്ങനെ തന്നെയായിരിക്കും. കുട്ടികളുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് അയച്ചു കൊടുത്ത് നിർവൃതി അടയുന്ന ഭാര്യമാരായിരിക്കും, അമ്മമാരായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ ഇവിടെ വീഡിയോ പിടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. ഐഷുമ്മയുടെ കൂടെ നിന്നിട്ട് ഡോണു അതിനുള്ളതായിട്ടില്ല. ഡോണു എൻ്റെ ഒക്കത്തുനിന്ന് മാറിയാലല്ലേ ഇവളുടെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഡോണുവിൻ്റെ കൂടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഐഷുവിൻ്റെ കുറവായിരിക്കും. ഏതപ്പൻ്റെ കൂടെ ഉള്ളതാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അവൾ എന്ത് ചെയ്യുന്നു അതൊക്കെ ഇവനും ചെയ്ത് കാണിക്കും, കോപ്രായങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ ഓരോന്നായിട്ട് കാറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് പപ്പ ഓരോന്ന് ഇങ്ങനെ കയറ്റി അടക്കി പെറുക്കി വെക്കും കേട്ടോ. മുമ്പ് ഞാൻ ടോയ്സൊക്കെ എടുക്കുമായിരുന്നു, പിന്നെ ഞാൻ ടോയ്സ് എടുക്കലൊക്കെ നിർത്തി. കാരണം വലിയ കാര്യമൊന്നും ഇല്ല അതെടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആദ്യം ഈ ഡോണും ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ താഴെയൊക്കെ ഇറങ്ങി ഫുള്ള് ഓട്ടവും ചാട്ടവും ഒക്കെ ആയി. പിന്നെ ഇവൻ്റെ പിന്നാലെ നടക്കലായിട്ടോ. ആദ്യം കുറച്ച് നേരം ഞാനൊക്കെയാണ് നടന്നത്, പിന്നെ ഫുള്ള് പപ്പയുണ്ടോ അവൻ്റെ പിന്നാലെ നടന്നത്. കാരണം ചെക്കൻ ഓട്ടമായിരുന്നു. പിന്നെ ഏതപ്പൻ എൻ്റെ അടുത്തായിരുന്നു കുറച്ച് നേരം. ഡോണു ആണ് ഇച്ചിരി ഇങ്ങനെ സർക്കിറ്റൊക്കെ അടിച്ച് അവിടെ ഫുള്ളിങ്ങനെ റൗണ്ട് അടിച്ച് നടന്നത് കേട്ടോ. അപ്പോൾ ഡോണു നടക്കണുണ്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഏതപ്പൻ ഇറങ്ങിയത്. കാരണം ഏതപ്പൻ നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഫുഡ് വന്നു കേട്ടോ. ഇവിടുത്തെ സെർവിങ്ങും ഇവിടുത്തെ സ്റ്റാഫൊക്കെ അടിപൊളിയാണ്. എനിക്ക് അത് കാരണം പിള്ളേരെയും കൊണ്ട് ഇവിടെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസി കീപ്പ് ചെയ്യാനും നമ്മളുടെ അടുത്തുള്ള അവരുടെ ആ ഒരു സാമീപ്യമാണെങ്കിലും ഭയങ്കര പെർഫെക്റ്റാണ് കേട്ടോ. അത് കാരണം മിക്കപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായാലും അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ വിടുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് കിഴി ബിരിയാണി, തവ ചിക്കൻ, പിന്നെ നാൻ, ബട്ടർ ചിക്കൻ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആസ് യൂഷ്വൽ ചായ. എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. എപ്പോൾ ഫുഡ് കഴിച്ചാലും ഞാൻ ചായ കുടിക്കും. പിന്നെ ഐഷുവിന് ലൈം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈം ഐഷു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തണുപ്പിൽ വേണ്ട, ഐസ് ഇടാണ്ട് മതി എന്ന് പറഞ്ഞ കാരണമാണ് ഇതിപ്പിന് കൊടുത്തത്. പൊതുവെ അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല. ഇത് പിന്നെ തണുപ്പില്ലാണ്ട് കൊണ്ടുവന്ന കാരണമാണ് കൊടുത്തത്. അതും അധികമൊന്നും കുടിച്ചൊന്നുമില്ല. ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പിന്നെ സ്ട്രോ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര താല്പര്യമാണ്. അത് കാരണം മാത്രം ഇങ്ങനെ ചുമ്മാ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി, ഹെവി ആയിപ്പോയി ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഫോട്ടോ സെക്ഷനും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഒന്ന് ഉഷാറായതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്ന് ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്കും ഡോണും ഏതപ്പനും വണ്ടി വെച്ച് തന്നെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചൻ വിളിച്ചിട്ടുണ്ടായി. പിന്നെ ചാച്ചൻ്റെ അടുത്ത് സംസാരിച്ചു. ചാച്ച ഫോൺ വെച്ചപ്പോഴത്തേക്കും ഡോണു എണീ
ബട്ട് സ്റ്റിൽ അമ്മാമ്മയും ഏതപ്പനും നല്ല ഉറക്കമാണ്. ഇന്ന് രണ്ടുപേരും വെളുപ്പിനെ എണീറ്റ. ഏതപ്പൻ എൻ്റെ ഉറക്കമൊന്നും ശരിയല്ലായിരുന്നു, അപ്പോൾ അമ്മയ്ക്കും ക്ഷീണമായിരുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഡോണു ഓൾറെഡി എണീറ്റ കാരണം ഞാനും ഡോണും ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. നേരം സന്ധ്യയാവാറായിട്ടുണ്ട്, കാരണം മഞ്ഞൊക്കെ ഇങ്ങനെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയത് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനെ മഞ്ഞിങ്ങനെ അധികമായിട്ടൊന്നുമില്ല. കുറച്ച് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മഞ്ഞ് മൂടണ ആ ഒരു സീനറിയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞാനും ഡോണും കൂടി ജസ്റ്റ് ഇങ്ങനെ സർക്കിറ്റ് അടിക്കുകയാണ് കേട്ടോ. വേറെ പണിയൊന്നും ഇല്ല. ഫുള്ള് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഏതപ്പനും ഇല്ല. ഐഷു ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ഡോണും പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുക്കാം, പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഈ ഡോണും മെറ്റൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് അടങ്ങിയിരിക്കില്ല. അങ്ങനെ അങ്ങോട്ട് ഉഴുന്നങ്ങടെ പോകും. അവസാനം എന്നിട്ട് വീഴും. ഇവനത് ശീലമായേക്കാണ്. എന്തോ അവന് മെറ്റലിൽ ഇറങ്ങി വീണില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമുള്ള രീതിയിലാണ് അവൻ്റെ കാട്ടായങ്ങളൊക്കെ ചില സമയത്ത്. എനിക്ക് തന്നെ വിഷമം തോന്നി ഇവൻ ആ മെറ്റലിൽ വീഴണ കാണുമ്പോൾ. പക്ഷേ ഇതുവരെ ആ മെറ്റലിൽ വീണിട്ട് പൊട്ടേ കരയെ അങ്ങനെ ഒന്നും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. അവനത് ശീലമായി. പിന്നെ ഞാൻ അങ്ങോട്ട് വിടും. പിള്ളേർ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും കണ്ടും കേട്ടും അനുഭവിച്ചൊക്കെ പഠിക്കണത്. പിന്നെ വലിയ രീതിയിലുള്ള വേദനകളൊന്നും അമ്മമാർ കുട്ടികൾക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക അവരെ. അപ്പോൾ അവനെ കുറച്ച് നേരം നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിരി വരും കേട്ടോ. ഇവൻ്റെ കളിയൊക്കെ കാണുമ്പോൾ നമ്മൾ അവൻ അറിയാത്ത രീതിയിൽ നമ്മളിങ്ങനെ നിരീക്ഷിക്കണം. അപ്പം ഞാൻ വെറുതെ ഇരുന്ന് ചിരിക്കും അവൻ്റെ ഈ കളിയൊക്കെ കാണുമ്പോൾ. എന്തൊക്കെയോ കാട്ടി കൂട്ടണയാണ്. അങ്ങനെ അമ്മ എന്തായാലും എണീക്കണ രീതിയൊന്നും കാണാണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മ പുറത്ത് കുറച്ച് തുണികൾ പിള്ളേരുടെയും അതേപോലെ കട്ടിയുള്ള കുറച്ച് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ സന്ധ്യയായല്ലോ, പിന്നെ എന്തായാലും മഞ്ഞ് കൊണ്ട് ഇനി തണുപ്പ് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എടുത്തു. ഞാൻ എടുക്കണ ഗ്യാപ്പിൽ ചെക്കൻ അവിടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓടിപ്പോയി ഞാൻ അവൻ എടുക്കണതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും സാരമായിട്ടുള്ള പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കൈകുത്തി വീണതാണ്. അപ്പോഴത്തേക്കും ഞാൻ ഓടി അവനെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവനെയും കൊണ്ടാണ് തുണി എടുക്കാൻ വന്നത്. ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കണ സ്വഭാവം ഡോണുവിനില്ല കേട്ടോ. ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ ഒക്കത്തുനിന്ന് മാറിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ വിട്ടു. കാരണം എൻ്റെ ഒക്കത്തുനിന്ന് അവൻ എന്ത് ചെയ്താൽ മാറണില്ല. അപ്പോൾ പിന്നെ അവൻ എപ്പോഴാണോ മാറണേ അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പ്ലെയിൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പയുടെ വണ്ടി എന്ന് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പ്ലെയിൻ കാണാനായിട്ട്. കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് വഴിയേ നിങ്ങൾ വേറൊരു വീഡിയോ കാണുന്നതാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾ കുട്ടി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഐശ്വൻ്റെ ബർത്ത്ഡേ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് അടിയും അതേപോലെ പള്ളിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.